ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ പാർട്ട് 2 ആരെങ്കിലും പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് പോയി കാണാം. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും എന്ന് തോന്നുന്നു. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. Let us look at this 5-kingdom classification to understand the issues and considerations that influenced the classification system. Earlier classification system included bacteria, blue-green algae, fungi, mosses, ferns, gymnosperms and the angiosperms under plants. The characters that unified this whole kingdom was that all the organisms included had a cell wall in their cells. 5-kingdom സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെയൊക്കെ ക്ലാസിഫിക്കേഷൻ, ഏർലിയർ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ സെല്ലിൽ സെൽ വോൾ ഉണ്ടെങ്കിൽ അവരെയെല്ലാം പ്ലാന്റ് കിണ്ടത്തിലിടുമായിരുന്നു. സെൽ വോൾ ഇല്ലാത്തവയെല്ലാം ആനിമൽ കിണ്ടത്തിലായിരുന്നു ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫംഗൈ, മോസസ്, ഫേൺസ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ് ഇവരൊക്കെ എന്തിലായിരുന്നു? പ്ലാന്റ് കിണ്ടത്തിലായിരുന്നു പെട്ടിരുന്നത്. ദിസ് പ്ലേസ് ടുഗെദർ ഗ്രൂപ്പ്സ് വിച്ച് വൈഡ്ലി ഡിഫറെൻറ്റ് ഇൻ അതർ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇവരെ നോക്കുകയാണെങ്കിൽ മറ്റ് ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. എന്നിരുന്നാൽ പോലും അവർ ഒരുമിച്ചായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. It brought together the prokaryotic bacteria and the blue-green algae cyanobacteria with other groups which were eukaryotic. അപ്പോൾ എന്താണ് പ്രോകാരിയോട്ടിക് ബാക്ടീരിയകൾ? ഇപ്പോൾ അത് സൈനോ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നൊക്കെ പറയുന്ന സൈനോ ബാക്ടീരിയ ആയിക്കോട്ടെ, ഇവരൊക്കെ എന്തിൽ പെട്ടു? യൂക്കാരിയോട്ടിക് ആയിട്ടുള്ളവയുടെ കൂടെ നിൽക്കേണ്ടി വന്നു. It also grouped together the unicellular organisms and the multicellular ones. Say for example, Chlamydomonas and Spirogyra were placed together under algae. The classification did not differentiate between the heterotrophic group fungi and the autotrophic green plants. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസങ്ങളെയും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസങ്ങളെയും ഒരുമിച്ചായിരുന്നു അവരിട്ടിരുന്നത്. ക്ലമൈഡോമോണസ് ആയിക്കോട്ടെ, സ്പൈറോഗൈറ ആയിക്കോട്ടെ, ഇവരെല്ലാം എന്തായിരുന്നു? ആൽഗയുടെ കീഴിൽ ഒരുമിച്ചിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവർ ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഫംഗൈനെയും ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഗ്രീൻ പ്ലാന്റ്സിനെയും തമ്മിലും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവരുടെ മറ്റ് ക്യാരക്ടേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസ് കൊണ്ട്, ഫംഗൈൻ്റേത് കൈറ്റിൻ കൊണ്ടുമാണ്. അപ്പോൾ അതിൽ വരെ അവർക്ക് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ സെൽ വോൾ ഉണ്ടെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇവർ രണ്ടുപേരും പ്ലാന്റ് കിണ്ടത്തിൽ ഒരുമിച്ച് കിടക്കേണ്ടി വന്നു. When such characteristics were considered, the fungi were placed in a separate kingdom fungi. മറ്റ് ക്യാരക്ടേഴ്സ് കൂടി കൺസിഡർ ചെയ്തപ്പോൾ ഫംഗൈനെ വേറൊരു സെപ്പറേറ്റ് ഒരു കിണ്ടാക്കി മാറ്റി. ആ കിണ്ടമായിരുന്നു കിണ്ടം ഫംഗൈ. All prokaryotic organisms were grouped together under kingdom Munera and the unicellular eukaryotic organism were placed in kingdom Protista. എല്ലാ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസങ്ങളെയും ഗ്രൂപ്പ് ചെയ്ത് കിണ്ടം മുണീറ എന്ന് പറയുന്ന ഒരു പുതിയ കിണ്ടത്തിലോട്ട് മാറ്റുകയും എല്ലാ യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂക്കാരിയോട്ടിക് ഓർഗാനിസങ്ങളെല്ലാം വേറൊരു കിണ്ടമായിട്ടുള്ള കിണ്ടം പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന പുതിയൊരു കിണ്ടത്തിലോട്ട് മാറ്റി. കിണ്ടം പ്രൊട്ടിസ്റ്റ ഹാസ് ബ്രോട്ട് ടുഗെദർ Chlamydomonas chlorella, earlier placed in algae within plant and both having cell walls, with Paramecium and Amoeba which were earlier placed in the animal kingdom with lack of cell wall. അപ്പോൾ കിണ്ടം പ്രൊട്ടിസ്റ്റയിലെ ആളുകളാണ് ക്ലമൈഡോമോണസും ക്ലോറല്ല, പാരാമീസിയം ആൻഡ് അമീബ. ആദ്യം ഈ ക്ലമൈഡോമോണസും ക്ലോറല്ലയും സെൽ വോൾ ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് പ്ലാന്റിലെ ആൽഗയുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. പാരാമീസിയവും അമീബയ്ക്കും സെൽ വോൾ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ ആനിമൽ കിണ്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പുതിയൊരു പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന കിണ്ടം കൊണ്ടുവന്നപ്പോൾ ഇവർ 4 ആളും ഒരുമിച്ച് കിണ്ടം പ്രൊട്ടിസ്റ്റയിലോട്ട് വന്നു. This happened because the criteria for classification changed. ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം നമ്മൾ ക്ലാസിഫിക്കേഷൻ എടുത്തിരുന്ന ക്രൈറ്റീരിയയിൽ മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ്. This kind of changes will take place in future to depending on the improvement in our understanding of characteristics and evolutionary relationships. ഫ്യൂച്ചറിലാണെങ്കിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എവല്യൂഷണറി റിലേഷൻഷിപ്സിനെയും ക്യാരക്ടറിസ്റ്റിക്സിനെയും കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കും. ഓവർ ടൈം an attempt has been made to evolve the classification system which reflects not only morphological, physiological, reproductive similarities but also phylogenetic based on evolutionary relationships. കാലം മാറുന്തോറും മോർഫോളജിക്കൽ, ഫിസിയോളജിക്കൽ, റീപ്രൊഡക്റ്റീവ് സിമിലാരിറ്റീസ് എന്ന ക്രൈറ്റീരിയയ്ക്ക് പുറമെ അവർ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്സിലെ എവല്യൂഷണറി റിലേഷൻഷിപ്പിനെയും കൂടി അവർ ഉൾക്കൊള്ളിച്ചു. In this chapter, we will study characteristics of kingdom Monera, Protista, fungi of the Whittaker system of classification. The kingdoms Plantae and Animalia, commonly referred to as plant and animal kingdom respectively, will be dealt separately in chapter 3 and 4. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കിണ്ടം മൊണീറയും പ്രൊട്ടിസ്റ്റിനെയും അതുപോലെ ഫംഗൈനെയും കുറിച്ചാണ്. ബാക്കിയുള്ള പ്ലാന്റ് കിണ്ടത്തെയും ആനിമൽ കിണ്ടത്തെയും സെപ്പറേറ്റ് ആയിട്ടൊരു ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്ത 3 ചാപ്റ്ററൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സാണ്.
സോ അപ്പോൾ ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് റിവൈസ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ സെല്ലിൽ സെൽ വോൾ ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് ബാക്ടീരിയ, അതുപോലെ ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫംഗൈ, മോസസ്, ഫേൺസ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ് ഇവരൊക്കെ എന്തിൽ വന്നിരുന്നു? പ്ലാന്റ് കിണ്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. സെല്ലിൽ സെൽ വോൾ ഉണ്ടെങ്കിൽ അവരെ പ്ലാന്റ് കിണ്ടത്തിലും, സെല്ലിൽ സെൽ വോൾ ഇല്ലെങ്കിൽ അവരെ ആനിമൽ കിണ്ടത്തിലുമായിരുന്നു ഇട്ടിരുന്നത്. അതായിരുന്നു അന്നത്തെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ? പ്രോകാരിയോട്ടിക് ബാക്ടീരിയകളും ബ്ലൂ ഗ്രീൻ ആൽഗെ, സൈനോ ബാക്ടീരിയ എന്ന് പറയുന്നതൊക്കെ മറ്റ് യൂകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ ഒപ്പം കിടക്കേണ്ടി വന്നു. അതുപോലെ യൂണിസെല്ലുലാർ ആയിട്ടുള്ളവയും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ളവയും ഒരുമിച്ച് വന്നു. ഇപ്പോൾ ക്ലമൈഡോമോണസ്, സ്പൈറോഗൈറ ഇവരൊക്കെ എന്തായിരുന്നു? ഒരുമിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ അവർ ഹെട്രോട്രോഫിക് ആയിട്ടുള്ളവയും ഓട്ടോട്രോഫിക് ആയിട്ടുള്ളവയും തമ്മിലൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഫംഗയും ഓട്ടോട്രോഫിക് ആയിട്ടുണ്ടായിരുന്ന ഗ്രീൻ പ്ലാന്റ്സും ഒരുമിച്ച് വന്നു. ഇവരുടെ മറ്റ് ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ അവർ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഫംഗയുടെ സെൽ വോൾ ആണെങ്കിൽ കൈറ്റിൻ കൊണ്ടും പ്ലാന്റിൻ്റെ സെൽ വോൾ ആണെന്നുണ്ടെങ്കിൽ സെല്ലുലോസ് കൊണ്ടുമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഓർത്ത് വയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? സെല്ലിൽ സെൽ വോൾ ഉണ്ടെന്നതിൻ്റെ. പിന്നെ എന്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്? എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത് അല്ലേ? നമ്മുടെ ഓട്ടോട്രോഫിക്കും ഹെട്രോട്രോഫിക്കും ഒരുമിച്ച് വന്നു, യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും ഒരുമിച്ച് വന്നു, അതുപോലെ പിന്നെ എന്തായിരുന്നു? യൂകാരിയോട്ടിക്കും പ്രോകാരിയോട്ടിക്കും ഒരുമിച്ച് വന്നു. ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രശ്നങ്ങൾ അല്ലേ? പിന്നെ ചോദിക്കാം ഫംഗയുടെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? പ്ലാന്റ്സിൻ്റെ സെൽ വോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചോദിക്കാം. പിന്നെ എന്ത് ചെയ്തു? ഫംഗയുടെ മറ്റ് ക്യാരക്ടേഴ്സും കൂടി കൺസിഡർ ചെയ്ത് ഫംഗയെ കിങ്ഡം ഫംഗൈ എന്ന് പറയുന്ന പുതിയൊരു കിങ്ഡമാക്കി മാറ്റി. പിന്നെന്തായിരുന്നു? എല്ലാ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസങ്ങളെയും കിങ്ഡം മൊണീറ എന്ന് പറയുന്ന കിങ്ഡത്തിലോട്ടും എല്ലാ യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂകാരിയോട്ടിക് ഓർഗാനിസങ്ങളെല്ലാം കിങ്ഡം പ്രൊട്ടിസ്റ്റയിലും ഇട്ടു. അപ്പോൾ ആദ്യമൊക്കെ ക്ലമൈഡോമോണസും ക്ലോറല്ലയും സെൽ വോൾ ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് കിങ്ഡം പ്ലാന്റയിലായിരുന്നു വന്നിരുന്നത്. അതേപോലെ പാരാമീസിയും അമീബയും സെൽ വോൾ ഇല്ല എന്ന പേരിൽ കിങ്ഡം ആനിമേലിയനുമായിരുന്നു വന്നിരുന്നത്. പിന്നീട് കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന പുതിയൊരു കിങ്ഡം കൊണ്ടുവന്നപ്പോൾ ഇവർ 4 ആളും ഒരുമിച്ച് കിങ്ഡം പ്രൊട്ടിസ്റ്റയിലിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് കാരണമായത് എന്തായിരുന്നു? നമ്മൾ ക്ലാസിഫിക്കേഷൻ എടുത്ത ക്രൈറ്റീരിയാസിൽ ചേഞ്ച് സംഭവിച്ചു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഒരു ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയും എവല്യൂഷണറി റിലേഷൻഷിപ്സിനെയും എല്ലാം മനസ്സിലാക്കുന്നതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ കാലങ്ങൾ മാറി വരുന്തോറും അവരെടുത്തിരുന്ന ക്രൈറ്റീരിയാസിൽ മാറ്റങ്ങൾ സംഭവിച്ചില്ലേ? അപ്പോൾ ആദ്യം മോർഫോളജിക്കൽ, ഫിസിയോളജിക്കൽ, റീപ്രൊഡക്റ്റീവ് സിമിലാരിറ്റീസ് എന്ന ക്രൈറ്റീരിയാസ് ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവരെന്ത് ചെയ്തു? എവല്യൂഷണറി റിലേഷൻഷിപ്സിനെ കൂടി ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഭാഗങ്ങൾ ഞങ്ങൾ ഓരോരോ പാർട്ടുകളാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചെറിയ ചെറിയ പാർട്ടാക്കുന്നുള്ളൂ, ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ എടുക്കുന്നില്ല. ചെറിയൊരു മാക്സിമം 10 മിനിറ്റ് കൊണ്ട് ഉൾക്കൊള്ളിക്കുന്നതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ബെല്ലൈക്കൺ ഒന്ന് അമർത്താം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.